പശ്ചിമഘട്ടത്തിൻ്റെ ഇരുൾമൂടിയ താഴ്വരകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അപൂർവ വൃക്ഷം. ശാസ്ത്രലോകത്തിന് പക്ഷേ ഇത് വെറും ഒരു ഫോസിലോൺ ന്യൂറോൺ ഇൻഡിക്കം മാത്രമായിരിക്കാം. പക്ഷേ നമ്മുടെ പൂർവികർക്ക് ഒരു കാവൽക്കാരനായിരുന്നു. ഏതാണ് ആ മരമെന്നറിയണ്ടേ? അത് വേറൊന്നുമല്ല, നമ്മുടെ പൂതം കൊല്ലി എന്നറിയപ്പെടുന്ന ഒരു മരമാണ്. ഒരു അത്യപൂർവ വൃക്ഷമാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഹൊറർ കഥകളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ഇത്രത്തോളം ഡെവലപ്പൊക്കെ ആകുന്നതിന് മുമ്പ്, അതിനു മുന്നേ നമ്മുടെ പൂർവികരുടെയൊക്കെ കാലത്ത് അവർ നടന്നു വന്നിരുന്ന മൊത്തം നടപ്പാതകളിലൂടെയായിരുന്നു അല്ലേ. ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നതെല്ലാം കൊടും കാടുകളിലൂടെയായിരുന്നു. അപ്പോൾ ഈ കാടുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർ സ്വയമായിട്ട് കണ്ടെത്തിയ ഒരു വൃക്ഷമാണ് ആ ഒരു മരം. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല, ഒരു കാവൽക്കാരനായി അവരെ സഹായിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു മരമായിരുന്നു. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ, അതേപോലെ തന്നെ ബാധകൾ, ഭൂതങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സങ്കല്പങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. അതിനെയൊക്കെ അകറ്റി നിർത്താനും അവരെ സഹായിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അവർക്കൊരു കാവൽക്കാരനായിട്ട് നിന്നിരുന്ന ഒരു മരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മരമാണ്. പൂതം കൊല്ലി, വൈയില, വൈലവായ, വയനാവ്, ഭൂതം കൊല്ലി, അങ്ങനെ പൂതം കൊല്ലി അങ്ങനെ 2 പേരുകളിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പം അത്രത്തോളം സ്ട്രോങ് ആയിട്ടൊരു വൃക്ഷമാണ്. അത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് കഥകൾ, മന്ത്രവാദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ടല്ലേ. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കല്ലേ വലിയവർക്ക് ഇങ്ങനെ ബാധയൊന്നും, ഭൂതം കയറി, അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പണ്ട് കാലങ്ങളിൽ കേൾക്കാറുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് മന്ത്രവാദങ്ങളും ഹോമങ്ങളും ഒക്കെ നമ്മുടെ വീടുകളിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അതിനൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഈ ഒരു മരത്തിൻ്റെ കറ, അതിൻ്റെ ഒരു ആയുർവേദ ഗുണങ്ങളൊക്കെ ഈ ഒരു ബാധയെ അകറ്റാനും ഈ ഭൂതങ്ങളെ അകറ്റാനും ഒക്കെ സഹായിക്കുന്നു എന്നൊരു വിശ്വാസം പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു അയൺ വുഡ് എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഈ ഒരു മരം. ഇതിൻ്റെ തടി ഭയങ്കര സ്ട്രോങ് ആണ്. റെയിൽവേ ട്രാക്കിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. വർഷകാലത്തെ എല്ലാം സ്ട്രോങ് ആയിട്ട്, കാരണം വർഷകാലത്തൊന്നും ഒരു തടസ്സവും കൂടാതെ, അല്ലെ അതിനൊരു കേട് വരാതെ നിലനിന്നിരുന്ന ഒരു വൃക്ഷമാണ്. എത്ര നാൾ വേണേലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷവും കൂടിയാണ്. അതിൻ്റെ തടിയും അത്രത്തോളം സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ ഇപ്പോഴാണ് നമുക്ക് സിമെൻറ്റ് പോസ്റ്റുകളൊക്കെ വന്നത്, നമ്മൾ വാർക്ക പോസ്റ്റുകളൊക്കെ. ഈ പണ്ട് കാലങ്ങളിൽ തടി പോസ്റ്റുകളായിരുന്നു. അതിനുമൊക്കെ ഇതിൻ്റെ തടി പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, പോസ്റ്റുകൾക്കൊക്കെ ആയിട്ട്, ഇലക്ട്രിക് പോസ്റ്റുകൾക്കൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ വിറക് കത്തിച്ചിട്ട്, ഇപ്പം കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഒരു മരത്തെപ്പറ്റി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, ചിലർക്ക് കേൾവി മാത്രം ഉണ്ടാവും. പക്ഷേ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ തടി കത്തിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വായുവൊക്കെ അടച്ചിട്ടിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ കയറിയിട്ട് പൊട്ടുന്ന, നമ്മളെ കുക്കറൊക്കെ പൊട്ടുന്ന അങ്ങനത്തെ ആ ഒരു പ്രഷർ കയറിയിട്ട് പൊട്ടുന്ന സൗണ്ടുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ തടി കത്തിക്കുമ്പോൾ അതുപോലെ ഭയങ്കരമായിട്ട് സൗണ്ടുകളും അതേപോലെ തീപ്പൊരി ഇങ്ങനെ ചിതറുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ പൂതം കൊല്ലി അല്ലെങ്കിൽ പൂതം കൊല്ലി അങ്ങനെയൊക്കെ ഇതിനെ വിളിക്കാനുള്ളൊരു കാരണം പണ്ട് കാലങ്ങളിലൊക്കെ അവർ ഉൾക്കാടുകളിലൂടെയൊക്കെ നമ്മുടെ പൂർവികർ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ ഈ വിറക് കൂട്ടിയിട്ട്, കാരണം എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വിറകുകൾ കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു. ഇത് കത്തിക്കുന്ന സമയത്ത് ഭയങ്കരമായ സൗണ്ടുകളും അതേപോലെ തന്നെ തീപ്പൊരികളും ഭയങ്കരമായിട്ട് ചെതറിപ്പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധയും ഭൂതവും അങ്ങനെയുള്ള ആ ഒരു ഭൂത പിശാചുക്കളൊന്നും ഇവരുടെ ഭാഗത്തേക്ക് അടുക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പൂർവികർക്കൊരു കാവൽക്കാരനായിരുന്നു ഈ ഒരു മരം എന്ന് പറയുന്നത്. അതിനപ്പുറം ഇതിൻ്റെ തൊലിയും അതേപോലെ തന്നെ കറയും ഒക്കെ നമുക്ക് ആയുർവേദത്തിലൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു മരം കൂടിയാണ്. ഇത് നമുക്ക് വീടുകളിൽ അങ്ങനെ സാധാരണയായി കാണപ്പെടുന്ന ഒരു വൃക്ഷമൊന്നുമല്ല. അത്യപൂർവമായിട്ട് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലാണ് ഇത് കാണപ്പെടുന്നത്. പക്ഷേ ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വൃക്ഷമായിട്ടാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഏതിൻ്റെ പേരിലായാലും, നമ്മൾ ഭൂതത്തിൻ്റെ പേരിലായാലും ബാധയുടെ പേരിലായാലും ഏതിൻ്റെ പേരിലായാലും നമ്മൾ ഇങ്ങനെയുള്ള മരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.
പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി, അതേപോലെ തന്നെ നമ്മൾ കൂടോത്രം, ഭൂതം, ബാധ ഇതൊന്നും നമ്മുടെ വീട്ടിലേക്ക് ഏൽക്കില്ല, നമ്മുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാവൽക്കാരനായി നിൽക്കും എന്നൊക്കെ ഉള്ളതാണ് പണ്ട് കാലം തൊട്ടുള്ളൊരു വിശ്വാസം. അപ്പം നമ്മൾ കഥകൾ എന്തായാലും ഭൂതത്തിൻ്റേതായാലും ബാധയുടേതായാലും എന്തിൻ്റെ ആയാലും കഥകൾ വരുന്നത് ഇപ്പം അത് മാത്രമല്ല, ഒരുപാട് മരങ്ങളെ ചുറ്റി ഒരുപാട് കഥകൾ വരുന്നുണ്ട്. പ്രണയവുമായി ബന്ധപ്പെട്ട് മരങ്ങളുണ്ടാവാം, അതേപോലെ തന്നെ ഇതുപോലുള്ള പ്രേതവും ബാധവുമായിട്ട് ബന്ധപ്പെട്ട് കഥകളുണ്ടാവാം. ഈ മരങ്ങൾക്കെല്ലാം അങ്ങനെ ഓരോരോ കഥകൾ പറയാനുണ്ടാവും. പക്ഷേ എന്തിൻ്റെ പേരിലായാലും നമ്മൾ ഓരോ മരങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഇനിയുള്ള കാലത്തേക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ മരങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഈ ഭൂതവും ബാധയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.